മാവേലിക്കരയിൽ UDF എന്നുള്ളതാണ്. കായംകുളത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതായത് മാവേലിക്കരയിലും പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് UDFന് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റ മുന്നണി എന്ന രീതിയിലാണ്. അവിടെ BJPക്ക് 4 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതാണ് മാവേലിക്കരയിൽ ഇങ്ങനെ തൂക്ക് രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതേസമയം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോഴും നടക്കുകയാണ്. കേവല ഭൂരിപക്ഷമായ 27ലേക്ക് എത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതേസമയം കോട്ടയം ജില്ലയിൽ ഭൂരിഭാഗം മുനിസിപ്പാലിറ്റികളിലും വലിയ വിജയം നേടുവാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് അതിൻ്റെ സൂചന തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിൽ വലിയ മുന്നേറ്റം നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ UDF ആണ്, ഏറ്റുമാനൂരിലും കോട്ടയം മുനിസിപ്പാലിറ്റിയിലും വൈക്കത്തും UDFന്റെ മുന്നേറ്റമാണ്. പാലായിൽ UDF കേവല ഭൂരിപക്ഷത്തിലേക്ക് വരും. അതിന് കാരണം സ്വതന്ത്രരുടെ സാന്നിധ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈരാറ്റുപേട്ട ഒഴികെയുള്ള മറ്റ് നഗരസഭകളിലെല്ലാം കോട്ടയം ജില്ലയിൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് UDF ആണ് എന്നത് വളരെ വ്യക്തമായ മുന്നേറ്റം മധ്യ കേരളത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലേക്ക് പോകുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ആണ്. രണ്ടിടത്തും UDF. ഇടുക്കിയിലും കോട്ടയത്തും ഈ മുന്നേറ്റം കാഴ്ചവെക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ആണ്. അതേസമയം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നഗരസഭയിൽ അങ്കമാലിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തൃപ്പൂണിത്തുറയിൽ NDA ആണ്, BJP ആണ്. അതേസമയം മറ്റ് മുനിസിപ്പാലിറ്റികളിൽ UDF ആണ്. ആലുവയിലും ഏലൂരിലും കളമശ്ശേരിയിലും കൊച്ചി കോർപ്പറേഷനിലും കൂത്താട്ടുകുളത്തും കോതമംഗലത്തും മരടിലും മൂവാറ്റുപുഴയിലും വടക്കൻ പറവൂരിലും പെരുമ്പാവൂരിലും പിറവത്തും തൃക്കാക്കരയിലും UDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. വലിയ കണക്കാണ് UDFന് സഹായകരമായിട്ട് മുനിസിപ്പാലിറ്റികളിൽ ഉള്ളത് എന്നതാണ്. തൃശ്ശൂർ ജില്ലയിലും LDFന് UDFിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് വന്നിരിക്കുന്നത്. ചാലക്കുടിയിൽ UDFനാണ് മുന്നേറ്റം. ചാവക്കാടും ഗുരുവായൂരും നിലനിർത്താൻ LDFന് കഴിയുന്നു. ഇരിങ്ങാലക്കുടയിൽ UDF ആണ്